അപ്പൊ എന്താണ് ഫോർ ലൂപ്പ് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോർ ലൂപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താന്നുള്ളത് ഫോർ ലൂപ്പ് നമുക്ക് നോക്കാം. അപ്പൊ ഇന്റ് ഐ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേരിയബിൾ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത് ഇന്റ് ഐ, ഇന്റ് കെ എന്താണ് ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ഇന്റ് ഐ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, ഫോർ ലൂപ്പില് ഐ ഇസിക്കൽ ടു 1. എനിക്കിപ്പോ ഒരു 5 നമ്പർ അതല്ലെങ്കിൽ ഒരു 10 നമ്പർ അതല്ലെങ്കിൽ 100 നമ്പർ ഒരുമിച്ച് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഐ ഇസിക്കൽ ടു 1, അതായത് ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സെമി കോളൻ ഇടുക. ഐ എന്ത് ചെയ്യണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതല്ലെങ്കിൽ 100 വരെയാണ്, അതായത് 100 പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ഞാൻ ഇപ്പോൾ ആദ്യം ഒരു 10 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ 10 കൊടുക്കുകയാണ്. എന്നിട്ട് സെമി കോളൻ ഇടാം. അപ്പൊ ഈ ഐ എവിടെ വരെ പ്രിന്റ് ചെയ്യണം, 10 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഐ പ്ലസ് 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 എന്ന് വെച്ചാൽ ഐ അങ്ങനെ ഇൻക്രിമെന്റ് ആയി അങ്ങനെ പോകാം. എന്നിട്ട് സെമി കോളൻ ഓപ്പൺ ചെയ്യും. ഓക്കെ, പ്രിന്റ്എഫില് എന്ത് ചെയ്യണം, പ്രിന്റ്എഫില് ഡബിൾ കോട്സിനകത്ത് %d കോമ എന്ത് കൊടുക്കണം, ഈ ഐ എന്ന് കൊടുക്കണം. അതായത് ഈ ഒരു ഐ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ സെമിക്കോളൻ ഇട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യും. അപ്പൊ എന്തായി, 1 2 3 4 5 6 7 9 10 വരെ ഈ നമ്പർ പ്രിന്റ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു നമ്പർ ഒന്ന് കറക്റ്റ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലാഷ് കൊടുക്കുക, എന്നിട്ട് ഒരു n കൊടുത്താൽ ഈ സ്ലാഷ് n എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ലൈനിലേക്ക് ഈ ഒരു നമ്പർ മാറാനാണ്. അപ്പോൾ റൺ കൊടുക്കുക. അപ്പൊ എന്തായി, ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രിന്റ് ആയി. അതായത് ഓരോ നമ്പറും ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്തായി പ്രിന്റ് ആയി. 1 2 3 4 5 6 7. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് എത്ര നമ്പർ വേണമെങ്കിലും ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം. അതല്ല ഫോർ ലൂപ്പ് അല്ലാതെ പ്രിന്റ് ചെയ്യാം. ഫോർ ലൂപ്പ് അല്ലാതെ പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ് എഫ് നിങ്ങൾ 100 പ്രാവശ്യം പ്രിന്റ് എഫിനകത്ത് %d 1 %d സോറി പ്രിന്റ് എഫിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് 1, പിന്നെ അടുത്ത പ്രിന്റ് എഫ് 2, അങ്ങനെ 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 എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണത്. ഇനിയിപ്പോ നെക്സ്റ്റ് ഇതേ ഒരു സെയിം എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ ഫോർ ലൂപ്പിൽ വേറെ നമുക്ക് എന്താ വെച്ചാൽ നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, അറേ എന്നുള്ളൊരു ടോപ്പിക് കൂടി ഇനി നെക്സ്റ്റ് എടുക്കാനുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫോർ ലൂപ്പ് എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പിന്റെ മെയിൻ പരിപാടി. ഇനിയിപ്പോ എനിക്ക് 100 വരെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതാ 100 കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, റൺ കൊടുക്കുക. അപ്പൊ എന്തായി, 100 വരെ അത് പ്രിന്റ് ആയി. അപ്പൊ ഇനി എനിക്കിപ്പോ കുറച്ച് എന്താണ്, ഇപ്പൊ ഒരു ഹലോ വേൾഡ് ഒരു 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഹലോ വേൾഡ് കൊടുക്കുകയാണ്. ഹലോ വേൾഡ് എന്നോ എന്ത് പേരോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. ഇതൊരു 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. അപ്പൊ റൺ കൊടുത്താൽ എത്ര പ്രാവശ്യമായി, 100 പ്രാവശ്യം ഇത് പ്രിന്റ് ആയി. ഈ വേൾഡ് ഹലോന്ന് തല തിരിച്ചിട്ട് വരാൻ കാരണം ഇവിടെ ഈ ലൈൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ സ്ലാഷ് ഇട്ടിട്ട് n എന്ന് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് റൺ കൊടുക്കുക. അപ്പൊ എന്തായി, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എന്തായി, അത് പ്രിന്റ് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഫോർ ലൂപ്പിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസേജ് ഇനിയുണ്ട്. നമ്മൾ യൂസർ എടുത്തുന്ന വാല്യൂ ഉപയോഗിച്ചതിന് ശേഷം ഇൻപുട്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറേ എന്നുള്ള ടോപ്പിക് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അതിനോട് കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വൈൽ ലൂപ്പ്, എന്താണ് ഡു വൈൽ ലൂപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോ വൈലും ഡു വൈലും സിമിലർ ആണ്. വൈൽ എന്ന് പറയുമ്പോൾ ഞാൻ ഉദാഹരണം ഒരു എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇന്റ് ഐ സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, വൈല് കൊടുക്കുക. എന്നിട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രിന്റ് എഫിൽ എന്ത് ചെയ്യുക, %d കോമ എന്ത് കൊടുക്കണം, %d കോമ ഐ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒരു നമ്പർ, അതായത് ആ ഒരു ഐ ഇൻക്രിമെന്റ് ചെയ്യണമല്ലോ. കാരണം ഈ കുറെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോ ഇൻക്രിമെന്റ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുക.
വൈൽ ഇവിടെ i പ്ലസ് പ്ലസ് ഇവിടെ i1 സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി റൺ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതായത് ഇതിപ്പോ നമ്മള് ഫോർ ലൂപ്പിൽ നേരത്തെ ചെയ്തത് ആ ഫോർ ലൂപ്പിന്റെ അകത്ത് തന്നെ i സ്റ്റാർട്ട് ചെയ്യുന്നതും i അവസാനിക്കുന്നതും i ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ് കൊടുത്തത്. വൈലിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം i സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്യാം. ഇത് പല രൂപത്തിലും ഡിക്ലെയർ ചെയ്യാതെയും വൈൽ ലൂപ്പിലിട്ടിട്ടും ഡു വൈൽ ലൂപ്പിലിട്ടിട്ടും പല രൂപത്തിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻഡ് i ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈൽ എവിടെ വരെ? 5 വരെ. പ്രിന്റ്എഫിൽ %d, i അതായത് ഈ %d i എന്താ പ്രിന്റ് ആണ്, എന്ത് ചെയ്യണം, i ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. 1 2 3 4 5. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ഡു വൈൽ എന്താണ്? ഡു വൈൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ ഈ വൈല് ഈ വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തല്ലോ. ഇത് ഇങ്ങോട്ട് താഴോട്ടിടുക. എന്നിട്ട് ഇവിടെ ഡു കൊടുക്കുക. അപ്പൊ എന്താ വരുന്നത്? ഡു വൈൽ ഇവിടെ സെമിക്കോളൻ ഇട്ടിട്ടില്ല. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ നടന്നത്. അതായത് ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ കോഡിലാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്തത്? ഈ വൈല് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇത് പ്രിന്റ് ആയി. ഡു വൈലാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്തത്? ആ വൈലോ ആക്കിയിട്ട് അവിടെ ഡു കൊടുത്തു. അപ്പോഴും ഇതേ ഒരു എന്താണ് ആൻസറിന് നമുക്ക് കിട്ടിയത്. അപ്പൊ ഒന്നും വ്യത്യാസമൊന്നുമില്ല. ആദ്യം ഡു കഴിഞ്ഞിട്ട് അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് വൈലിലേക്ക് പോകുന്നു. ചില വൈലിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? വൈലിക്ക് കണ്ടീഷൻ പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെ മാറ്റം സംഭവിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും. അപ്പൊ ഇതുപോലത്തെ ഇഷ്ടം പോലെ എക്സാമ്പിള് നെറ്റിൽ ഇഷ്ടം പോലെ ഗൂഗിൾ അടിച്ചാൽ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് കിട്ടും. പല എക്സാമ്പിളും പല ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫോർ ലൂപ്പ് വെച്ചിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്, സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നവരുണ്ട്.